ലൈലത്തുൽ ഖദറിനെ പറ്റി ഒരുപാട് ഹദീസുകളുണ്ട്. ഞാൻ പറഞ്ഞാല് ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഏതാനും ഹദീസുകൾ മാത്രം ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. തബറാനി ഉദ്ധരിക്കുന്നു, ലൈലത്തുൽ ഖദർ പ്രശാന്തമായ രാത്രിയിലാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, രാത്രിക്ക് ഒരു ശാന്തി ഉണ്ടാവും. ഉഷ്ണമോ ശൈത്യമോ കാറ്റോ മഴയോ ഇല്ലാത്ത രാത്രി. ചിന്തിക്കണം, ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല, നിങ്ങളൊക്കെ ബുദ്ധിയുള്ളവരാണ്. അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല. ഉദയസൂര്യൻ രശ്മികളില്ലാതെ ഉദയം ചെയ്യുന്നത് ലൈലത്തുൽ ഖദറിന്റെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. നാളെ രാവിലെ സൂര്യോദയം പോയി നോക്കണം. തബറാനി രേഖപ്പെടുത്തിയ ഹദീസാണ്. വേറെ ഒരു ഹദീസിൽ ഇബ്നു മാജാ റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, ലൈലത്തുൽ ഖദർ നഷ്ടപ്പെടുന്നത് നിർഭാഗ്യവാന്മാർക്കാണ്, നഷ്ടപ്പെടുന്നവർക്ക് സകലതും നഷ്ടപ്പെടും. വേറെ ഒരു ഹദീസ് സഹീഹ് ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നു, നിങ്ങൾ അതിനെ റമദാൻ അവസാന 10 9 ബാക്കിയുള്ളപ്പോൾ, 7 ബാക്കിയുള്ളപ്പോൾ, 5 ബാക്കിയുള്ളപ്പോൾ തിരയുക. പിടുത്തം കൊടുക്കാത്ത ഹദീസ്. വേറെ ഒരു ഹദീസ് സഹീഹ് ബുഖാരി, വല്ലവനും ലൈലത്തുൽ ഖദറിനെ കണ്ടെത്തണമെങ്കിൽ റമദാനിലെ ഒടുവിലത്തെ 10 അതിനെ അന്വേഷിക്കണം.